എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ നാടൻ ഒഴിച്ചുകറിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി പടവലങ്ങയും ഒരു ഉരുളക്കിഴങ്ങുമാണ്. നല്ല വലിയ പടവലങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം, ഒരു 1/4 കഷ്ണം എടുത്താൽ മതിയാവും. ഇത് രണ്ടും നമുക്ക് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങും പടവലങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുവാണ്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിൽ വെക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു മുറി തേങ്ങ വരെ എടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു ചുവന്നുള്ളി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. 1 വെളുത്തുള്ളി അരിയുന്നുണ്ട്. 1-2 വെളുത്തുള്ളി എടുക്കാവുന്നതാണ്. 2 തണ്ട് കറിവേപ്പില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്നത് വരെ നോക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ചുവന്നുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ശരിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പടവലങ്ങ ഉരുളക്കിഴങ്ങും വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാം, ഇത് ഒഴിച്ചുകറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരിന്റെ പുളിക്കനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അളവ് നമുക്ക് ആക്കാവുന്നതാണ്. വളരെ കുറച്ച് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ വളരെ കുറച്ച് തൈര് മാത്രം ആഡ് ചെയ്താൽ മതി. ഈ തൈരും കൂടെ ആഡ് ചെയ്ത് നമ്മൾ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു വിസിലടിച്ച് പടവലങ്ങയും ഉരുളക്കിഴങ്ങും റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.